കൊല്ലം ESI സൂപ്പർ സ്പെഷ്യാലിറ്റിയിൽ കാർഡിയോളജി ഒ പി നിർത്തുന്നു. ആയിരക്കണക്കിന് ഹൃദ്രോഗികളാണ് ഇതോടെ ആശങ്കയിലായിരിക്കുന്നത്. ബൈപ്പാസ് ഓപ്പറേഷൻ കഴിഞ്ഞതാണ്, ഇവിടുത്തെ ട്രീറ്റ്മെൻറ്റാണ് ആയിരുന്നു. ഇപ്പോൾ നല്ല സുഖമുണ്ടായിരുന്നു, പക്ഷേ പെട്ടെന്ന് ഇങ്ങനെ വയ്യാതായി. ഇപ്പം ബുധനാഴ്ച അഡ്മിറ്റ് ചെയ്ത് ഇന്നലെ ഡോക്ടർ പറഞ്ഞു ഒരു 2-3 ദിവസത്തിനകം ഡിസ്ചാർജ് ചെയ്യാമെന്ന് പറഞ്ഞു. അപേക്ഷ എന്ന് പറയുന്നത് നമ്മളെ കാർഡിയോളജി സെക്ഷൻ ഒരു കാരണവശാലും നിർത്തരുത്, ജീവൻ നിലനിർത്തുന്നതാണ്. ഇതുള്ളതുകൊണ്ട് നമുക്ക് ഭയങ്കര ആശ്വാസമാണ്. ഇത് ഒരു കാരണവശാലും നിങ്ങൾ നിർത്തയിടാക്കരുത്. പ്രതിദിനം 90 OP, പ്രതിദിനം 40 എക്കോ, 7 TMT, IP എല്ലാം മുടങ്ങുകയാണ്. കൊല്ലം ആശ്രാമം സൂപ്പർ സ്പെഷ്യാലിറ്റി മെഡിക്കൽ സൂപ്രണ്ട് ധനശേഖരൻ ഉത്തരവിറക്കി ജൂലൈ 1 മുതൽ ഈ സംവിധാനങ്ങളെല്ലാം നിർത്താൻ. നാളത്തോടുകൊണ്ട് ഈ കാർഡിയോളജി സെക്ഷൻ പൂർണ്ണമായിട്ട് നിർത്തുകയാണ്. അതുകൊണ്ട് ഇവിടെ വരുന്ന തൊഴിലാളികൾക്ക് ന്യായമായും ഇത് അവകാശപ്പെട്ടതാണ്. നമ്മളുടെ പൈസ വിഹിതത്തിൽ നിന്നാണ് പ്രവർത്തിക്കുന്നത്. ഹൃദ്രോഗികൾ മാത്രമല്ല, വൃക്കരോഗികളും വലയുന്നു. വൃക്ക മാറ്റിവെക്കേണ്ട രോഗികളെ പോലും തെക്കോട്ടും വടക്കോട്ടും ഓടിക്കുന്നു. TMT ടെസ്റ്റ് അതിന് വന്നതാണ്. ഇന്നലെ പറഞ്ഞ് ഇന്ന് രാവിലെ നിങ്ങൾ വന്ന് നമ്പർ ഇട്ടിട്ട് TMT എടുക്കാമെന്ന്. ഇപ്പോൾ പറയുന്നു ഇന്നിവിടെ ഇല്ല, നിങ്ങൾ അപ്പോൾ പുറത്തെടുക്കുമെന്ന്, ഇവിടുന്ന് പുറത്തേക്ക് എഴുതി തരുമെന്ന് ചോദിച്ചപ്പോൾ അതുമില്ല. കിഡ്നി ട്രാൻസ്പ്ലാന്റ് ആണ്, എനിക്കാണ് കിഡ്നി ട്രാൻസ്പ്ലാന്റ്. അമ്മയാണ് ഡോണർ. അപ്പോൾ ഞങ്ങൾക്ക് ഈ അടുത്ത ആഴ്ച പോകണം. അപ്പോൾ അതിൻ്റെ കഴിഞ്ഞ ഇന്നലെ ടെസ്റ്റൊക്കെ വന്നതാണ്. അപ്പോൾ പറഞ്ഞ് ഇന്ന് ടെസ്റ്റ് ചെയ്യണം. ഇന്നലെ വന്നവൻ പറഞ്ഞ് ഇന്ന് വരാൻ പറഞ്ഞു, TMT എടുക്കാനാണ്. ഇന്ന് വന്നവൻ പറഞ്ഞ് ഇന്നില്ല, ഇനി നിങ്ങൾ TMT എടുക്കാൻ പറ്റത്തില്ല, നിങ്ങൾ വേറെ എന്താണെന്ന് വെച്ച് നോക്ക്, ഇവിടുത്തെ മെഡിക്കൽ സൂപ്രണ്ടാണ് അങ്ങനെ ഇങ്ങനെ എന്തുണ്ടാക്കി ഇവരെന്താ കുറേ സംസാരിക്കുക. സ്വകാര്യവൽക്കരണത്തിന്റെ ഭാഗമായി വിവിധ ഡിപ്പാർട്ട്മെന്റുകൾ സ്വകാര്യവൽക്കരിച്ചു. അങ്ങനെ ഉണ്ടാക്കിയ കരാറുകളും ഇപ്പോൾ അനിശ്ചിതാവസ്ഥയിലായി. പാവപ്പെട്ട തൊഴിലാളികൾ ചികിത്സ കിട്ടാതെ ദുരിതത്തിൽ. അതേസമയം ഡെപ്യൂട്ടി സൂപ്രണ്ട് സുമ പറയുന്നത് ജനറൽ മെഡിക്കൽ OPയിൽ ഹൃദ്രോഗികൾക്ക് ചികിത്സ നൽകും. ആവശ്യമെങ്കിൽ മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് വിടും. പക്ഷേ ഇതൊക്കെ കളവാണെന്ന് രോഗികളുടെ സാക്ഷ്യം. ഇനി ആഴ്ചതോറും വരുവാ ഇവിടെ. ഇപ്പം ആഴ്ചതോറും വന്നോളൂ. ഇപ്പം ഇന്നത്തെണ്ണം കൊണ്ട് തീരുവ ഇല്ല. ഞങ്ങളെപ്പോലുള്ള ഇനി കിടക്കണ പണയത്തിലുമായി. ഇനി ഞങ്ങൾ എന്ത് ചെയ്യും? ഞങ്ങളെപ്പോലുള്ളവർ ഇനി എന്ത് ചെയ്യും? മുമ്പ് ഇവിടെ ഉണ്ടായിരുന്ന ന്യൂറോ വിഭാഗം നിലച്ചു. ഡോക്ടർ ഷാമിനെയും നാടുകടത്തി. തൊഴിലാളികൾക്ക് വേണ്ടി തൊഴിലാളികളുടെ പണം കൊണ്ട് പ്രവർത്തിക്കുന്നതാണ് ESI കോർപ്പറേഷൻ്റെ ഈ സ്ഥാപനം. പക്ഷേ എല്ലാ നിലയിലും ഇവരുടെ ആ ചികിത്സ ഉൾപ്പെടെ നിഷേധിക്കുകയാണ് ഇപ്പോൾ ESI. ക്യാമറമാൻ അയ്യപ്പദേവിനൊപ്പം രാജ്കുമാർ.